ദേശീയ ഫയർഫോഴ്സ് ദിനത്തിൽ കണ്ണൂരിൽ ഫയർ വാഹന റാലി ഒരുക്കി സേനാംഗങ്ങൾ. ദുരന്തമുഖത്ത് ജീവൻ ബലിയർപ്പിച്ച ധീര സേനാംഗങ്ങളെ ഓർമ്മിച്ചാണ് ഏപ്രിൽ 14 ഫയർഫോഴ്സ് ദിനം ആചരിക്കുന്നത്. 1944 ഏപ്രിൽ 14 ഉച്ചകഴിഞ്ഞ് 12:45 മുംബൈ തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലിൽ തീപിടുത്തമുണ്ടാകുന്നു. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ആ ദുരന്തം നേരിടാൻ അഗ്നിശമന സേനാംഗങ്ങൾ സ്വജീവൻ മറന്ന് ഇറങ്ങി. 59 സേനാംഗങ്ങൾക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ആ ദുരന്തം ഫയർഫോഴ്സിന്റെ പോരാട്ട ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത സമാനതകളില്ലാത്ത ഏടാണ്. ആ ധീരന്മാരെ ഓർമ്മിച്ചാണ് ദേശീയ ഫയർഫോഴ്സ് ദിനം ആചരിക്കുന്നത്. പോരാളികൾക്ക് ആദരമർപ്പിച്ച് കണ്ണൂർ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ വാഹന റാലിയൊരുക്കി. ഈ ദിനം കണ്ണൂർ ഫയർഫോഴ്സ് ടീം ബോധവൽക്കരണത്തിനായും പ്രയോജനപ്പെടുത്തി. ദുരന്തമുണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് ജനങ്ങളെ കൂടി നാം ബോധവൽക്കരിക്കണമെന്ന് റീജിയണൽ ഫയർ ഓഫീസർ പി രഞ്ജിത്തും ജില്ലാ ഫയർ ഓഫീസർ PV പവിത്രനും പറഞ്ഞു. നല്ല രീതിയിൽ തീപിടുത്തം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏറ്റവും നല്ല ആപ്തവാക്യമാണ് സേഫ് സ്കൂൾ, സേഫ് ഹോസ്പിറ്റൽ ആൻഡ് ഫയർ സേഫ്റ്റി അവയർനെസ് ഫോർ ഫയർ പൊല്യൂഷൻ. നമ്മുടെ റീജിയണിൽ നമ്മൾ ക്ലാസ് നമ്മൾ നൽകാറുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് നമ്മൾ പരിശോധിക്കാറുണ്ട്, അതിൻ്റെ ഫയർ ഓഡിറ്റ് നടത്താറുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് നാളെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ കറക്റ്റ് നിരന്തരമായ നിതാന്തമായ പരിശോധന, നമ്മുടെ ജാഗ്രത, ഇതെല്ലാം തീപിടുത്തം എന്നുള്ള മഹാവിപത്ത് ഒഴിവാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഭാഗം വളരെ സേഫായിട്ട് വേണം എല്ലാവരും രക്ഷപ്പെടുത്താൻ പറ്റുന്നത്. നമ്മുടെ ഒരു കല്ല് ആരെങ്കിലും തട്ടിയിടയിലേക്ക് വീണാൽ പോലും അതിൽ 4 പേരുടെ അപകടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള പല അപകടങ്ങളും റീസെൻ്റായിട്ട് വരുമ്പോൾ നമ്മളും ചിലപ്പോൾ അതിൽ ഉൾപ്പെട്ട് പോയേക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടി ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ഫയർ സർവീസ് ഡേ ആചരിക്കുന്നതിലുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് BP ധരിക്കുക, മറ്റ് കാര്യങ്ങളെല്ലാം റിപ്പയർ ചെയ്യുക. നമ്മൾ സേഫായാൽ മാത്രമേ നമുക്ക് മുന്നിൽ വരുന്ന ജനസമൂഹങ്ങളെയും സേഫാക്കാൻ പറ്റുള്ളൂ. ലഘുലേഖകൾ വിതരണം ചെയ്തും ബോധവൽക്കരണ പരിപാടികൾ നടന്നു. അടുത്ത ഒരാഴ്ച ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കും. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ രാജീവൻ, ബെന്നി, പ്രകാശൻ, ജിബി എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.